ഹലോ, ഞാൻ ഡോക്ടർ സൗമ്യ. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇന്നിപ്പോൾ വളരെ കോമൺ ആയിട്ടുണ്ട് അല്ലേ? പണ്ട് മദ്യപാനികളിലായിരുന്നു ഇത് കൂടുതൽ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരിലും ഈവൻ കുട്ടികളിൽ വരെ ഫാറ്റി ലിവർ കാണുന്നുണ്ട്. ഫാറ്റി ലിവർ രണ്ട് തരത്തിലാണ് ഉള്ളത്. ആൽക്കഹോളിക് ഫാറ്റി ലിവറും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും. ആൽക്കഹോളിക് ഫാറ്റി ലിവർ നമുക്കറിയാം മദ്യപാനികളിൽ കണ്ടുവരുന്നത്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണെന്നുണ്ടെങ്കിൽ മറ്റ് അസുഖങ്ങളുടെ കൂടെ കണ്ടുവരുന്നതിനെയാണ്, മറ്റ് മെറ്റബോളിക് സിൻഡ്രോംസിൻ്റെ കൂടെ കണ്ടുവരുന്ന ഫാറ്റി ലിവറിനെയാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതായത് ഡയബറ്റീസ്, ഹൈപ്പോതൈറോയിഡിസം, PCOD, ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ഉള്ളവരിലൊക്കെയും കണ്ടുവരുന്ന ഫാറ്റി ലിവറിനെയാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. അത് പലപ്പോഴും അസിംറ്റമാറ്റിക് ആയിരിക്കും, അതായത് യാതൊരുവിധ ലക്ഷണങ്ങളും ശരീരത്തിൽ കാണിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് തിരിച്ചറിയുന്നത് എപ്പോഴായിരിക്കും? വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. നമുക്കറിയാം ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ കണ്ടീഷൻ ലിവറിൽ കൊഴുപ്പടിയുന്നതാണ് എന്നുള്ളത്. ഇത് വർഷങ്ങളോളം നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ലിവറിൻ്റെ പ്രവർത്തനത്തെ ഇത് ബാധിക്കാൻ തുടങ്ങും. ആ സമയത്ത് നമ്മളൊരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ SGPT, SGOT ഇതിൻ്റെയൊക്കെ വാല്യൂസിൽ വേരിയേഷൻസ് കാണാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മളിതിനെ ഒരു ഫാറ്റി ലിവർ ഡിസീസായിട്ട് കണക്കാക്കുന്നത്. ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ വേരിയേഷൻസ് വന്നിട്ടും നമ്മളത് ശ്രദ്ധിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഫൈബ്രോസിസിലോട്ടും അത് പിന്നെ കരൾ ചുരുങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്കും എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ കണ്ടീഷൻ പൂർണ്ണമായിട്ടും റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതിപ്പം ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ വേരിയേഷൻസ് വന്നാൽ പോലും നമുക്കത് പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ റിവേഴ്സ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഡയറ്റും എക്സസൈസിലൂടെ നമുക്കിത് പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡയറ്റിനെ കുറിച്ചും എക്സസൈസിനെ കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. താങ്ക് യു.